എത്ര? 11. അല്ല, കഴിഞ്ഞ തവണയും അവിടുത്തെ നാട്ടുകാർ തന്നെ തീരുമാനിച്ചതാണ്. അപ്പോൾ അതാണ് നമ്മളതിനെ ഒരു ട്വിസ്റ്റ് ചെയ്ത് വേറെ തലത്തിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഒരു ധാരണയുടെയും ഒരു ചർച്ചയുടെയും അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ തീരുമാനമുണ്ടാവുക. ആ തീരുമാനമായാൽ ആ തീരുമാനം നടപ്പിലാക്കുന്നത് എത്രയും പെട്ടെന്നാവുക, അതിന് കാലതാമസമില്ലാതെ നടപ്പിലാക്കുക. ഈ ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ തന്നെ 50 ലക്ഷം നേരത്തെ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങളെത്തി. ആ തീരുമാനങ്ങൾ ഗൗരവത്തിൽ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പും കൊടുത്തു. പിന്നീട് ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ മാറി പോകുമ്പോൾ അത് നമുക്ക് ആർക്കും തന്നെ അത് ഒരു തുക നിശ്ചയിച്ച് അങ്ങനെ പോകാൻ വേണ്ടി കഴിയില്ലല്ലോ. നമ്മളൊരു ഏത് കാര്യത്തിനും ചർച്ചകളിലൂടെയാണ് പരിഹാരം കാണുക. ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ അവിടെ ജില്ലാ കളക്ടറുണ്ട്, ജില്ലാ SP ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഫോറസ്റ്റിലെ ഉന്നതന്മാരുമായി ചർച്ചകൾ നടന്നു വരികയാണെന്നാണ് ഏറ്റവും ഒടുവിൽ എനിക്ക്. വനം വകുപ്പിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം വരുന്നത്. വനം വകുപ്പിൻ്റെ വാഹനം നശിപ്പിക്കാൻ നോക്കുന്നു. അപ്പം വനം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ പ്രതിഷേധക്കാരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അവരോടാണ് പ്രതിഷേധത്തോട് എനിക്ക് യാതൊരു വിരോധമില്ല. അവരാഹ്വാനം ചെയ്ത ഹർത്താലിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ ഏതുതരം പ്രതിഷേധവും അക്രമാസക്തമാകരുത്, അങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത്. അല്ല, മന്ത്രിയുടെ രാജിയൊക്കെ അതാണ്, അത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ അല്ല, ഈ ആവശ്യം ഇപ്പോൾ പറഞ്ഞ ആവശ്യം രാഷ്ട്രീയ ആവശ്യമാണ്. നമ്മൾ പ്രശ്നത്തെ അതിൻ്റെ സ്പിരിറ്റിൽ നിന്നും മാറി രാഷ്ട്രീയ ആവശ്യങ്ങളിലേക്ക് പ്രശ്നങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് ആരെ സഹായിക്കാനാണ്? കർഷകരെ സഹായിക്കാനല്ല ആവശ്യങ്ങൾ സമരത്തിൻ്റെ ശ്രദ്ധ വഴിതിരിച്ചുവിട്ട് ചർച്ച എന്താണ്, രാജിവെക്കണോ വേണ്ടോ എന്ന ചർച്ചയിലേക്ക് ട്വിസ്റ്റ് ചെയ്യപ്പെടുകയാണോ? അങ്ങനെയല്ലല്ലോ. നമുക്ക് പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. ആ പരിഹാരം കാണാൻ ഒരു ഗവൺമെൻറ്റിന് സാധിക്കാവുന്ന എല്ലാ നടപടികളും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുമെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അത് ഞാൻ രാവിലെ പറഞ്ഞു. വീഴ്ച വന്നു എന്നൊരു പരാതി ആ മരിച്ച പൗലോസിൻ്റെ മകൾക്കുണ്ട്. ആ പരാതിയെക്കുറിച്ച് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാനിത് പെടുത്തിയിട്ടുണ്ട്. അത് പരിശോധിച്ച് എന്തെങ്കിലും വീഴ്ച ഉണ്ടായെങ്കിൽ, പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയ വിവരം അനുസരിച്ച് എല്ലാ നടപടികളും ത്വരിതഗതിയിൽ തന്നെ പൂർത്തിയാക്കിയെന്നാണ് പ്രാഥമിക വിവരം. പക്ഷേ മകളിങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച സാഹചര്യത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകൾ ഒരു പരാതി പറയുമ്പോൾ അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിലൊരു തെറ്റുമില്ല. തീർച്ചയായും അത് ആരെയും സഹായിക്കില്ല. പ്രകോപനപരമായി ശ്രമിച്ചാൽ ശ്രദ്ധ മാറിപ്പോകും. നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിട്ട് മറ്റ് മേഖലയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമായി അത് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് ബന്ധപ്പെട്ടവർ കാണിക്കേണ്ടത്. ഇന്നലെ ഈ പരിക്കേറ്റ ആളെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനെ തടഞ്ഞു വെച്ചു ആ ജീപ്പിൽ. അദ്ദേഹം ഇപ്പം ആഘാതം ഏറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ചികിത്സക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. പക്ഷേ അത് ഇന്ന് പ്രതിഷേധക്കാർ തടഞ്ഞപ്പോൾ ആ വണ്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്നലെ പകൽ മുഴുവൻ ഈ പരിക്കേറ്റ ആളെ, കാരണം സഹപ്രവർത്തകനാണല്ലോ പരിക്കേറ്റത്, ആ സഹപ്രവർത്തനയും കൊണ്ട് മെഡിക്കൽ കോളേജ് വരെ വന്ന് തിരിച്ചുപോയ ആ ഉദ്യോഗസ്ഥന് ആ തടഞ്ഞു വെച്ചൊരു സമ്മർദ്ദം മൂലം അസുഖം ബാധിച്ച്, ദേഹാസ്വാസ്ഥ്യം ബാധിച്ച് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രശ്നം വഴിമാറിപ്പോവുകയാണ്. അങ്ങനെ വഴിമാറിപ്പോയാൽ നമ്മൾ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതെ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്തു പോകും. അതുകൊണ്ട് ദയവായി അവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നമുക്ക് പരിഹാരമാണ് വേണ്ടത്. നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും വനം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ, വനം വകുപ്പ് മന്ത്രി മാത്രമായല്ല ഞാൻ പ്രവർത്തിച്ചത്, ജീവന സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയുള്ളൊരു മന്ത്രി എന്നുള്ള നിലയിലാണ് വനം വകുപ്പ് മന്ത്രി അതിനുശേഷം ഇന്നേ വരെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. നാളെയും ആ രൂപത്തിലാണ് പ്രവർത്തിക്കുക. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ. കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണല്ലോ കൊണ്ടുവരുന്നത്.
എവിടുത്തെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ